നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിലെ കാഷ്യറായിരുന്ന ത്രിദീപൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് 2024-2025 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശവും മറുപടിയും ചർച്ച ചെയ്ത് മുനിസിപ്പൽ കൌൺസിൽ യോഗം. മേലുദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു. ഭരണസമിതിയുടെ ഒത്താശയോടെ തയ്യാറാക്കിയ മറുപടിയാണെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ. നഗരസഭയിലെ ജീവനക്കാർ കണ്ടെത്തിയ ക്രമക്കേടാണ് ഓഡിറ്റ് വിഭാഗത്തിന് റിപ്പോർട്ട് ചെയ്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ. ദൈനംദിന വരവ് തുകകൾ ബാങ്കിൽ അടയ്ക്കുന്നതിൽ വന്ന ക്രമക്കേടിലൂടെ 99,70,144 രൂപയുടെ നഷ്ടം നഗരസഭയ്ക്കുണ്ടായതായി ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശത്തിലുണ്ട്. നഗരസഭയുടെ ആഭ്യന്തര നിയന്ത്രണ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടതിനാലാണ് പണം നഷ്ടപ്പെട്ടതെന്നും ബാങ്കിൽ പണം അടയ്ക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേഷ്യർക്ക് പുറമെ ധനവിനിയോഗത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥരായ അക്കൗണ്ടന്റ്, ജൂനിയർ സൂപ്രണ്ട്, സെക്രട്ടറി എന്നിവരിൽ നഗരസഭയ്ക്കുണ്ടായ നഷ്ടം ഈടാക്കണമെന്നാണ് ഓഡിറ്റ് നിർദ്ദേശം. എന്നാൽ നഗരസഭ തയ്യാറാക്കിയ മറുപടിയിൽ നഗരസഭയിൽ ക്യാഷ് കൗണ്ടറിലെ ദൈനംദിന വരവ് തുകകൾ ചലാൻ എഴുതി സൂപ്രണ്ട് ഒപ്പുവെച്ച് ബാങ്കിൽ അടയ്ക്കുന്നതിന്റെ ചുമതല കാഷ്യറിൽ നിക്ഷിപ്തമാണെന്നും ബാങ്കിലടച്ച ചലാൻ കേസ്മാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതും കാഷ്യറാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ചലാൻ ഒത്തുനോക്കുന്നതിനോ അംഗീകാരം നൽകുന്നതിനുള്ള സംവിധാനം കേസ്മാർട്ടിൽ സൃഷ്ടിച്ചിട്ടില്ല. ഇത്തരം പിഴവ് മുതലെടുത്താണ് കാഷ്യറായിരുന്ന ത്രിദീപൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ളത്. കേസ്മാർട്ട് സോഫ്റ്റ്വെയറിലെ അപാകതയാണ് ഗൂഢമായി നടത്തിയ കുറ്റകരമായ പ്രവൃത്തി യഥാസമയം കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത്. സോഫ്റ്റ്വെയറിലെ സാങ്കേതിക പിഴവ് മുതലെടുത്ത് കാഷ്യർ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന്റെ ബാധ്യത മറ്റ് ഉദ്യോഗസ്ഥരുടെ മേൽ ചുമത്തുന്നത് യുക്തിരഹിതമാണെന്നാണ് മറുപടിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച BJP പാർലമെന്ററി പാർട്ടി ലീഡർ TK ഷാജു രൂക്ഷ വിമർശനമാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയത്. കേസ്മാർട്ടിന്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി മേലുദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. മുൻപ് സോണൽ ഓഫീസിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയയാളെ ഇരിങ്ങാലക്കുട നഗരസഭയിൽ നിയമിക്കുന്നത് നാം കണ്ടതാണ്. ഇത്തരം തട്ടിപ്പുകൾ കണ്ടുപിടിക്കുന്നത് മനുഷ്യസാധ്യമല്ലെന്ന മറുപടിയിലെ പരാമർശം തന്ത്രപരമായ നീക്കമാണെന്ന് TK ഷാജു കുറ്റപ്പെടുത്തി. തട്ടിപ്പിനെ നിസ്സാരവൽക്കരിക്കുന്ന നയമാണ് ഭരണ നേതൃത്വം സ്വീകരിക്കുന്നതെന്നും ഉത്തരവാദികളായവരെ മുഴുവനും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും TK ഷാജു ആവശ്യപ്പെട്ടു. ഭരണസമിതിയുടെ ഒത്താശയോടെ തയ്യാറാക്കിയ മറുപടിയാണ് അതെന്ന് LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ആരോപിച്ചു. ഒരാളെ തുടർച്ചയായി വർഷങ്ങളോളം ഒരേ പദവിയിൽ തുടരാൻ അനുവദിച്ചത് ഭരണസമിതിയുടെ പരാജയമാണ്. കാഷ്യറിൽ കുറ്റം ചുമത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആഭ്യന്തര നിയന്ത്രണ സംവിധാനം തകർന്നതോടെ തികഞ്ഞ അരാജകത്വമാണ് തട്ടിപ്പിന് ഇടയാക്കിയത്. തട്ടിപ്പിന് കൂട്ടുനിന്നവരെ കൂടി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ തയ്യാറാകണമെന്നും PV ശിവകുമാർ പറഞ്ഞു. 2024-25 വർഷത്തെ ഓഡിറ്റ് നടത്തിയ സംഘത്തിന് ക്രമക്കേട് സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും യാതൊരു ഓഡിറ്റ് ഒബ്ജക്ഷനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും നഗരസഭയെ പ്രകീർത്തിച്ചാണ് സംഘം മടങ്ങിയതെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. പിന്നീട് നഗരസഭ ഉദ്യോഗസ്ഥർ തന്നെയാണ് ക്രമക്കേട് കണ്ടെത്തുന്നതും പോലീസ്, വിജിലൻസ്, ലോക്കൽ ഫണ്ട്, ഓഡിറ്റ് തുടങ്ങിയ വിഭാഗങ്ങളെ വിവരം അറിയിക്കുന്നതും. നഗരസഭയിലെ ആഭ്യന്തര നിയന്ത്രണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്താനായത്. നഗരസഭയ്ക്ക് വന്നിട്ടുള്ള നഷ്ടം കാഷ്യർ ത്രിദീപിന്റെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കണ്ടുകെട്ടിയും സ്വത്തുവകകൾ റവന്യൂ റിക്കവറി നടത്തിയും നികത്തുമെന്നും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. മറ്റു സെക്ഷനിലേക്ക് മാറ്റി ചെയ്യാം. ഇത് മാറ്റിയിട്ടില്ല. തുടർച്ചയായി 5-8 വർഷം ഒരു സീറ്റിൽ തന്നെ ചെയ്യാം. അത് ഡെപ്യൂട്ടേഷനിൽ വന്നൊരു ഉദ്യോഗസ്ഥന് അതിൽ ഭരണസമിതിക്ക് അന്ന് സെക്രട്ടറിക്ക് നല്ല പങ്കിടുന്ന ആയുധാരോപണം എന്ന് പറയാനുള്ളത്. കാരണം ഇവർക്ക് വേറെ സീറ്റിലേക്ക് മാറ്റിക്കൂടെ? പിന്നെ വൈകുന്നേരങ്ങളിൽ 6 മണിക്ക് ശേഷം എന്തിനോട് ജോലി എടുക്കുന്നവിടെ? പല ദിവസവും വൈകുന്നേരം ജോലി എടുക്കുന്നുണ്ട് ഇവിടെ.
ഇവർക്ക് ഉത്തരവാദിത്തം. ഇവിടെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സെക്രട്ടറിയിലും അത് അന്നത്തെ ചെയർമാനും പങ്കില് അവർ നോക്കട്ടെ. ഭരണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഭരണ സംവിധാനം തന്നെ. ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ വെറുതെ അവിടെ മുനിസിപ്പാലിറ്റി എന്ത് തോന്നിവാസം നടത്താൻ വേണ്ടി അന്നത്തെ ഭരണസമിതി UDF ഭരണസമിതി ചെയ്ത് അവർക്കെല്ലാം അധികാരം കൊടുത്തേക്കണോ? രണ്ടാമത്, കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ നിന്ന് ലഭ്യമായ ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ 24-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പരാമർശം കിട്ടിയ ആ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെയാണ്? ആ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൂടി വന്നിട്ട് ചർച്ച പൂർണ്ണമാണല്ലോ, അതിവിടെ വന്നിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഓഡിറ്റിന്റെ ന്യൂനത പരിഹാരങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റ് ചർച്ചയ്ക്ക് വരേണ്ടത് അതിന്റെ എല്ലാ ഭാഗത്തിലും ഒരു കാര്യം മാത്രമല്ല. അതിന് തുടക്കം പറഞ്ഞ് ഓഡിറ്റ് വന്ന് എക്സിറ്റ് ഇവർ പറഞ്ഞത് ഒരു ക്രമക്കേട് ഇല്ലാന്ന് പറഞ്ഞ് പോയവരുടെ ഓഡിറ്റ് ചെയ്യും. പിന്നെ വന്നത് നമ്മളാണെന്ന് കണ്ടെത്തി പിടിച്ചത് ആദ്യം മനസ്സിലാക്കുക. ഇത് വേറെ ആരും കണ്ടെത്തി പിടിച്ചതല്ല, ഓഡിറ്റുകാരെ കണ്ടെത്തി പിടിച്ചതല്ല, നമ്മുടെ അക്കൗണ്ടിംഗ് സിസ്റ്റം തന്നെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് കേസ് മാർച്ച് ഇപ്പോൾ പഞ്ചായത്തിലേക്കാത്തത്? എന്താണ് കേസ് മാർട്ടിൽ നമ്മളെല്ലാവരും ചോദ്യം ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് കേസ് മാർട്ട് ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലേക്ക് വ്യാപിപ്പിക്കാത്തതിന്റെ കാരണം എന്താ? ആ കേസ് മാർട്ടിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന എററുകള് ഇവർ സമ്മതിക്കുന്നുണ്ടോ? കേസ് മാർട്ടിന്റെ എററുകൾ സമ്മതിക്കുന്നത് കേസ് മാർട്ടിന്റെ എററുകൾ പറയുമ്പോൾ സമ്മതിക്കണ്ടേ? അവിടെ വരുന്നത് അത് ഞങ്ങളുടെ നടക്കാം, നമുക്ക് വേറെ പറ്റിയിരിക്കാം, തരില്ല. രണ്ടാമത്തെ കാര്യം, ഈ നിയമപരമായി ഒരു കൗൺസിലിന്റെ നിയമപരമായിട്ട് അധികാരം എന്താണ്, ഉദ്യോഗസ്ഥന്മാരുടെ നിയമപരമായിട്ട് അധികാരം എന്താണെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കും. ഒന്നെങ്കിലും നമ്മുടെ ആക്ട് ഉള്ളവരുടെ വായിച്ചാൽ മനസ്സിലാക്കും. ജനപരമായിട്ടുള്ള യാതൊരു നിയന്ത്രണം നഗരസഭാ കൗൺസിലുകൾക്കോ പഞ്ചായത്ത് കൗൺസിലുകൾക്കോ ചെയ്യാം. അത് മുനിസിപ്പൽ സെക്രട്ടറി, അതാണ് ചീഫ് എക്സിക്യൂട്ടീവ്. ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗുരു അമ്മന്നൂർ മാധവ ചാക്യാർ അനുസ്മരണം ഗുരുസ്മരണ ദശരൂപക മഹോത്സവം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വേണുജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് ദശരൂപകങ്ങൾ ഭരതന്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ഗുരു അമ്മന്നൂർ മാധവ ചാക്യാർ സ്മാരക പ്രഭാഷണം നടത്തി. ചടങ്ങിൽ തോട്ടാപ്പള്ളി വേണുഗോപാലമേനോൻ മുഖ്യാതിഥിയായിരുന്നു. ഉഷ നങ്യാർ, അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, മുനിസിപ്പൽ കൗൺസിലർ ഡെലി സിജു എന്നിവർ പ്രസംഗിച്ചു. അമ്മന്നൂർ ഗുരുകുലം പ്രസിഡന്റ് കലാമണ്ഡലം രാജീവ് സ്വാഗതവും സെക്രട്ടറി സരിത കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് ഇരിഞ്ഞാലക്കുടയിൽ ഒരു ആർട്ട് തിയേറ്റർ എങ്ങനെ സ്വന്തമാക്കാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇതുവരെ നാട്ടിലെത്രയോ കാര്യങ്ങൾ നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇതിന് യാഥാർത്ഥ്യമാക്കാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. സത്യത്തിൽ കലയുടെ ഒരു ഈറ്റിലമാണ് ഇരിഞ്ഞാലക്കുട. നമുക്കറിയാം, ഉണ്ണായവാരിയുടെ ജന്മം കൊണ്ട് സ്ഥിതിയാർജിച്ച ഉടൻമാണിക്യത്തിൻ്റെ കൂത്തമ്പലത്തിൻ്റെ പ്രസിദ്ധിയുള്ള ഇരിഞ്ഞാലക്കുടയുടെ മണ്ണ് എന്നും കലാകാരന്മാരെ പ്രോത്സാഹിച്ചിട്ടുണ്ട്. മോഹൻ്റെ മിന്നസെൻ്റും കോവിലിയൊക്കെ പുതിയ തലമുറയുടെ ആളുകളെന്ന് പറയാം. പക്ഷെ പഴയകാലം മുതലേ ഈ കലയ്ക്കും പ്രത്യേകിച്ച് ക്ഷേത്രകലകളും കഥകളിക്കും കൂത്തിനും കൂടിയാട്ടത്തിനുമൊക്കെ വളരെ പെരുമയാർജിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ചെറിയ പട്ടണം എന്ന നിലയിൽ ഇതിൻ്റെ പ്രസിദ്ധി വളരെ വലുതാണ്. അത് കാത്തു സൂക്ഷിക്കുന്നതിന് പലപ്പോഴും ഈ ഗുരുകുലത്തിന് സാധിച്ചിട്ടുണ്ട്. ഗുരുജി പലപ്പോഴും ഇരിഞ്ഞാലക്കുടയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇരിഞ്ഞാലക്കുടയുടെ പേര് പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും അന്യപ്രദേശങ്ങളിൽ താമസിക്കുകയാണ്. അത് കേശവൈദ്യായാലും വേണുജി ആയാലും പലരും നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ട്. ഈ നാട്ടുകാരെക്കാളും കൂടുതലായി അന്യസ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് അവരാണ് ഈ നാടിൻ്റെ പ്രസിദ്ധി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, VBG റാം പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും KSKTU ജില്ലാ നിർവാഹക സമിതി അംഗം സിന്ധു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു.
KSKTU ഏരിയ പ്രസിഡന്റ് KK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ഏരിയ സെക്രട്ടറി VM മനോജ് കുമാർ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, വിജയൻ മുരിയാട് എന്നിവർ പ്രസംഗിച്ചു. KSKTU ഏരിയ സെക്രട്ടറി KV മദനൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം നീന ബാബു നന്ദിയും പറഞ്ഞു. ഈ പണിയാണെങ്കിൽ ഇത് എങ്ങനെ ആസൂത്രണം ചെയ്യണം എന്നുള്ള രീതിയിൽ നേരത്തെ സംസ്ഥാനങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ അത്തരം നിർദ്ദേശങ്ങളെല്ലാം നടന്നിരുന്നത്. ഇപ്പോൾ അതെല്ലാം മറ്റൊരു കേന്ദ്രത്തിൽ നിശ്ചയിച്ച് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നത്തെ പത്ര റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ജില്ലയ്ക്കകത്ത് തന്നെ കോടിക്കണക്കിന് രൂപ കൂലി കുടിശ്ശിക ഇനത്തിൽ കഴിഞ്ഞ 2-3 മാസക്കാലമായി കൂലി മാത്രമല്ല സാധന സാമഗ്രികൾ വാങ്ങിയതിൻ്റെയും എല്ലാം കുടിശ്ശിക നിൽക്കുകയാണ്. അതിനി ആര് കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇനിയിപ്പോൾ ഇന്നു തൊട്ട് പുതിയ പേരിൽ പുതിയ പദ്ധതിയായിട്ടാണ് ഇത് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തുനിയുന്നത്. അങ്ങനെ ഈ പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സാധാരണ ജനങ്ങളോടുള്ള ഈ വെല്ലുവിളി ഇത് തിരുത്തണം. വിഷൻ ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 16 മുതൽ 22 വരെ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ ഉണ്ണികൃഷ്ണൻ, KS തമ്പി, KP കണ്ണൻ, PS മനു, K ശിവൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷക്കീല CS, ഫാദർ ജോൺ പാലിയക്കര, പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, സോണിയ ഗിരി, PK പ്രസന്നൻ, TS സജീവൻ, PV ശിവകുമാർ, AN രാജൻ, VK ലക്ഷ്മണൻ നായർ, K ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. KN സുഭാഷ് സ്വാഗതവും PR സ്റ്റാൻലി നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള വരികയെന്ന് പറയുന്ന പോലെ ജോസിന്റെ ഉരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് കൃഷ്ണരിയാറുടെയൊക്കെ ഒരു ഇടവേള സൃഷ്ടിച്ചു. വീണ്ടും അത് ഊർജിതമായിട്ടുള്ള രീതിയോടുകൂടി പഴയതിനേക്കാളും ഊർജിതമായി നന്നായി നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യം പണ്ട് നമ്മൾ പറയും ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ്. ഇപ്പോൾ കോവിഡിന് മുമ്പുള്ളൊരു ലോകവും കോവിഡിന് ശേഷമുള്ള ലോകം വളരെ വ്യത്യസ്തമാണ്. നമ്മൾ രണ്ടും കണ്ടുപോല കോവിഡിന് മുമ്പുള്ള ലോകം നമ്മൾ കണ്ടു, കോവിഡിന് ശേഷമുള്ള ലോകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കോവിഡ് ലോകത്തുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഇനി എങ്ങനെ വേണം നമ്മൾ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചുവടുകൾ ശരിയാക്കേണ്ടതെന്ന് ചിന്തിച്ച് ഒപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് വിഷൻ ഇരിങ്ങാലക്കുട വീണ്ടും രൂപം കൊള്ളുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാറ്റുവേല ചർച്ചയിൽ ആരംഭിച്ച് ഒരു ഞാറ്റുവേലയോട് തീരില്ല, എത്രയോ ഞാറ്റുവേലയുടെ കടന്നുപോയ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്നിട്ട് നമ്മുടെ കാർഷിക മേഖല മുകളിലേക്കെല്ലാം ഇതിലേക്കാണ് പോയത് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഞാറ്റുവേലയുടെ അപ്പുറത്ത് നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് നമുക്ക് നയിച്ചുകൊണ്ട് പോകേണ്ടത്? ഒരു മൂല്യച്യുതി സംഭവിച്ച തലമുറയെ എങ്ങനെ നമുക്ക് നേരായ ഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് ഈ നാടിന്റെ സമ്പത്തുകളാക്കി മാറ്റാനായി നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മുടെ നാട് ഒട്ടേറെ വികസിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഒട്ടേറെ കാര്യങ്ങളിൽ മേഖലകളിൽ നന്നായി വികാസം പ്രാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട കരുവന്നൂർ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ 31 വയസ്സുള്ള നിയാസിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. 6 മാസത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിയാസ് ഇരിങ്ങാലക്കുട, ചേർപ്പ്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് 2 കേസുകളിലുമടക്കം 12 കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദിലീഷ് ടി, സബ് ഇൻസ്പെക്ടർ അഭിലാഷ് ടി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺജിത്ത്, ഗിരീഷ്,
NM, സിവിൽ പോലീസ് ഓഫീസർമാരായ തോമാച്ചൻ, മനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.